പൊതുവേ നമ്മൾ ഹാബിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ വലിയ ട്രാൻസ്ഫോർമേഷൻസ് വരുത്തുന്ന വലിയ വലിയ ഹാബിറ്റ്സിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് നമ്മൾ പോലും ചിലപ്പോൾ നോട്ടീസ് ചെയ്തു എന്ന് വരില്ല. എന്നാൽ നല്ലൊരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും ഈ ഹാബിറ്റ്സിന് സാധിക്കും. ഈ മൈക്രോ ഹാബിറ്റ്സ് എല്ലാം തന്നെ ചിലത് ഫിനാൻഷ്യലാണ്, ചിലത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ്, ചിലത് നമ്മുടെ ഡെയിലി ലൈഫിനെ കുറിച്ചാണ്. സത്യം പറയാലോ, ഈ ഹാബിറ്റ്സ് ഒക്കെ നേരത്തെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചു പോവാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഹാബിറ്റ്സ് എന്ന് നോക്കാം നമുക്ക്. നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും കുറച്ച് സാധനങ്ങൾ നമ്മളൊരു എക്സൈറ്റ്മെൻറ്റിൽ വാങ്ങി കൂട്ടിയിട്ട് പിന്നീട് ഉപയോഗിക്കാത്ത ചില സാധനങ്ങൾ. ഞാൻ ഉൾപ്പെടെ അങ്ങനെയാട്ടോ. നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ചില സാധനങ്ങൾ കാണുമ്പോൾ ഇത് മേടിക്കണം എന്ന് തോന്നും, പക്ഷെ നമ്മൾ പിന്നീട് നമ്മളത് ഉപയോഗിക്കില്ല. അപ്പം അങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടൊരു ബോധം ഉണ്ടാക്കാനായിട്ട് 2026 ആദ്യം തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ആൽബം ഉണ്ടാക്കുക. അതൊരു സിമ്പിൾ ലിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആൽബം ആവാം. തിങ്സ് ഐ റിഗ്രറ്റഡ് ബൈയിങ് എന്ന് പറഞ്ഞിട്ട് 2026 നിങ്ങൾ പുതിയൊരു സാധനം പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ലിസ്റ്റിലേക്ക് ഒന്ന് നോക്കുക. അപ്പം നമുക്കറിയാലോ നമ്മൾ ആവശ്യമില്ലാതെ ഏത് കാറ്റഗറി സാധനങ്ങളാണ് കൂടുതൽ മേടിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു അറിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. ഈ ഒരു ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് മൂലം നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ മണിയെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു ഹാബിറ്റ് 2026 നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇപ്പം തന്നെ ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കോളൂ. ഈ ഒരു കൊല്ലം അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ നമ്മൾ ആവശ്യമില്ലാതെ മേടിച്ചു കൂട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ്, ഫ്യൂച്ചർ മണിയെ സേവ് ചെയ്യാനായിട്ട് ഈ ഒരു ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അടുത്തതായിട്ട് ഇതും ഫിനാൻഷ്യലി നമ്മുടെ മണിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റാണ് മൈക്രോ നോ ബൈ വീക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോ ബൈ മന്ത്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു മാസം ഫുള്ളി നമ്മൾ ചില സാധനങ്ങൾ മേടിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒരുപാട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല എന്ന് വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ നോ ബൈ വീക്സ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഈ ഒരാഴ്ച ഓൺലൈൻ ഷോപ്പിംഗ് ഞാൻ ചെയ്യുന്നതല്ല, ഈ ഒരാഴ്ച കിച്ചൺ ഐറ്റംസ് ഒന്നും തന്നെ ഞാൻ മേടിക്കുന്നതല്ല. അപ്പോൾ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ആവുമ്പോൾ വലിയ സ്ട്രിക്റ്റ് റൂൾസിനേക്കാളും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ മൈക്രോ നോ ബൈ വീക്സ് സെറ്റ് ചെയ്യുക. നമ്മുടെ മെൻ്റൽ എനർജിയെ സേവ് ചെയ്യുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. അതായത് ദ ഫ്രിക്ഷൻ ഓഡിറ്റ്. നമ്മുടെ ഡെയിലി ലൈഫ് ഉണ്ടല്ലോ, അതിനെ കുറച്ചും കൂടി ഹാർഡർ ആക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചെറിയ ചില കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ സമയത്ത് നമ്മുടെ കീ അന്വേഷിച്ച് നടക്കുന്നതായിരിക്കാം. മെസ്സി ആയിട്ടുള്ള ഒരു കിച്ചൺ ഡ്രോർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമാവാം. ഭയങ്കര കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ചാർജിങ് കേബിൾസ് ആവാം. ഇങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്, അതായത് നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടി ഹാർഡർ ആക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ഫ്രിക്ഷൻസ് നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു ഹാബിറ്റ്. ഏത് കാര്യത്തിലാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതനുസരിച്ച് കാര്യങ്ങളൊന്ന് ഫിക്സ് ചെയ്ത് കൊണ്ടുപോവുക. ഇപ്പോൾ കീ ആണെങ്കിൽ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നമ്മൾ നമ്മുടെ കീ സൂക്ഷിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രോവർ ആണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം നമ്മളതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. അങ്ങനെ ചെറിയ ഫ്രിക്ഷൻസ് ഫിക്സ് ചെയ്ത് നമ്മുടെ മെൻ്റൽ എനർജി ഒന്ന് സേവ് ചെയ്യുക കേട്ടോ. നമ്മളെല്ലാവരും സേവിങ്സ് വേണം, കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ വലിയൊരു എമൗണ്ട് എല്ലാവർക്കും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ അടുത്തൊരു ഹാബിറ്റ് വീക്കിലി 100 to 30 rupees ഓട്ടോ ഇൻവെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വലിയ SIPs അതിൻ്റെ പ്രഷറൊന്നും നമുക്കെടുത്ത് താങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് നമുക്കില്ല എന്നുണ്ടെങ്കിലും വീക്കിലി ഒരു 100 to 300 rupees ചെറിയ ഒരു ഇതാവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. വീക്കിലി നമ്മൾ ഓട്ടോ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഒരു ഹാബിറ്റ് നമ്മുടെ ഐഡൻറ്റിറ്റിയെ തന്നെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഹാബിറ്റാണ് കേട്ടോ. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ന് നമുക്ക് സ്വയം തോന്നുന്ന രീതിയിലുള്ള ഒരു ഹാബിറ്റാണിത്. അപ്പോൾ 2026 ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാവുന്നതാണ്. ഒരു വീക്കിലി ഓട്ടോ ഇൻവെസ്റ്റിംഗ് നടത്തുക. അടുത്തൊരു ഹാബിറ്റ് എവ്രി വീക്ക് നമ്മുടെ ഹോം ഒരു 1% അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ വീട്ടിൽ വരുത്തണം എന്നൊന്നും അല്ല കേട്ടോ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1%. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ചെറിയ ചില മാറ്റങ്ങൾ.
ഇപ്പോൾ നമ്മളൊരു കണ്ടെയ്നർ ചിലപ്പോൾ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നതായിരിക്കും, പഴയതായി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ഒരു കണ്ടെയ്നർ ചേഞ്ച് ചെയ്യുന്നതാവാം, ചിലപ്പോൾ ഒരു ഡ്രോവർ നമ്മൾ ഫിക്സ് ചെയ്യുന്നതാവാം, ചിലപ്പോൾ സ്ക്രൂ ഇളകി കിടക്കണ്ടാവും ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡ്രോറിൻ്റെയോ ഒക്കെ സ്ക്രൂ ഇളകി കിടക്കുന്നത്, അതൊന്ന് ഫിക്സ് ചെയ്യുന്നതാവാം. ചിലപ്പോൾ ഒരു ഷെൽഫ് നമ്മൾ ലേബൽ ചെയ്യുന്നതായിരിക്കാം. ഇപ്പോൾ നമ്മുടെ കിച്ചണിലാണെങ്കിൽ പാൻട്രിയിൽ എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് ലേബൽ ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വരുത്തുക. അപ്പോൾ ഒരു 1% ഹോം അപ്ഗ്രേഡ് എല്ലാ ആഴ്ചയിലും നമ്മൾ നടത്തിക്കൊണ്ടു പോവാം. അപ്പോൾ ഈ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിലും ഇങ്ങനെ നമ്മൾ എല്ലാ ആഴ്ചയും ചെറുതായിട്ട് ഹോം അപ്ഗ്രേഡ് നടത്തി വരുമ്പോൾ അവസാനമാകുമ്പോൾ നമ്മുടെ വീടിന് നല്ലൊരു വലിയ മേക്ക് ഓവർ നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ നടത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. വീക്കിലി ഒരു അൺലേണിംഗ് അവർ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാട്ടോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അൺലേണിങ്ങിന് വേണ്ടിയിട്ട് 1 മണിക്കൂറോ? അത് ആഴ്ചയിൽ. അപ്പോൾ നമ്മളെപ്പോഴും ലേണിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ പണ്ട് മുതലേ നമ്മൾ വിശ്വസിച്ച് വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അൺലേൺ ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫംഗ്ഷന് പോവാണ്. ഫംഗ്ഷന് പോകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോകണം. അങ്ങനെ നമുക്ക് ചില ബിലീവ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ എല്ലാ സമയവും പ്രൊഡക്റ്റീവായിട്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ചില വിശ്വാസങ്ങൾ നമ്മൾ ലേൺ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ അതിനെ ഒന്ന് അൺലേൺ ചെയ്യുക. അതായത് ആ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് തന്നെ പോകാതെ നമുക്ക് അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ വിശ്വാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തി അതിനെ ഒന്ന് അൺലേൺ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു ഹാബിറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അൺലേൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്പേസ് കൊടുക്കുകയാണ് നമ്മുടെ സമയത്തിന്, അതുപോലെ നമ്മുടെ പൈസയ്ക്ക്, എല്ലാത്തിനും കുറച്ചും കൂടി സ്പേസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു അൺലേണിങ് പ്രോസസ്സ് കൊണ്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അൺലേണിങ് ചെയ്യാനായിട്ട് വീക്കിലി 1 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് മാറ്റി വയ്ക്കും. അടുത്തൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സാധനം നമ്മൾ മേടിക്കുന്നതിന് മുമ്പും നമ്മളൊരു 2 മിനിറ്റ് പോസ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കാണുന്ന റീൽസ്, അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന ആഡ്സ് എല്ലാം നമ്മുടെ ഉള്ളിൽ അർജൻസി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതായത് പെട്ടെന്ന് ചെയ്യണം, പെട്ടെന്ന് മേടിക്കണം. ഇപ്പോൾ നമ്മുടെ പല ആപ്പുകളിലും നമുക്കറിയാലോ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം നമ്മളൊരു സാധനം കാർട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ ഇപ്പോൾ കാർട്ടിലിട്ടിരിക്കുന്ന ഐറ്റം ഒരെണ്ണേ ഉള്ളൂ സ്റ്റോക്കിൽ, വേണമെങ്കിൽ ഇതേ വേഗം മേടിച്ചോട്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അർജൻസി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ആ സാധനം മേടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഏതൊരു ഐറ്റം നമ്മൾ മേടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് പോസ് ചെയ്യുക, ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഫേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മണി സേവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം നമുക്ക് ആ സാധനത്തിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തൊരു സാധനം മേടിക്കുന്നതിന് മുമ്പും ഒരു 2 മിനിറ്റ് പോസ്, ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നോക്കുക. അടുത്തൊരു ഹാബിറ്റ് ഡിജിറ്റൽ റീസെറ്റ് നടത്തുക എന്നുള്ളതാണ്. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും. ഇപ്പോൾ സൺഡേ ആണ് നമുക്ക് ടൈം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സൺഡേയിൽ നമ്മുടെ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇമെയിൽസ് അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജസ് ഒക്കെ നമുക്ക് ആവശ്യമില്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാമല്ലോ, നമ്മുടെ നമ്പറൊക്കെ ആരുടെയെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പല കമ്പനിക്കാർ നമ്മളൊന്ന് ബില്ലടിക്കുമ്പോൾ ഒരു നമ്പർ കൊടുത്താൽ മതി. പല കമ്പനിക്കാർ നമ്മൾ എവിടെയൊക്കെ വിസിറ്റ് ചെയ്യുന്നോ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നോ അതിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത ആളുകളെ നമ്മൾ അൺഫോളോ ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കൂടി നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് നമുക്ക് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത് ഈ ഡിജിറ്റൽ ക്ലട്ടർ കൊണ്ട്. അപ്പോൾ ഡിജിറ്റൽ ഡീക്ലട്ടറിങ് ആഴ്ചയിൽ 1 ദിവസം കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ഈ ഒരാഴ്ചയിലെ ആവശ്യമില്ലാത്ത ഫോട്ടോസ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇപ്പോൾ ഈ ഒരാഴ്ച നമുക്കിപ്പോൾ ഒരു 10 ഫോട്ടോ എടുത്താൽ നമ്മളതിൽ ഒരു ഫോട്ടോയെ നമ്മൾ അപ്ലോഡ് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയെ നമ്മൾ പോസ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി 9 ഫോട്ടോയും ക്ലട്ടറാണ്. അതൊന്ന് ഡീക്ലട്ടർ ചെയ്യുക. അപ്പോൾ ആഴ്ചയിൽ 1 ദിവസം നമ്മൾ ഒരു ഡിജിറ്റൽ റീസെറ്റിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. നമുക്കിപ്പോൾ ഒന്നിനും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻസ് ഇല്ലാണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ എൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്ന്
ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വേറെ പല കാര്യങ്ങളും കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യണത്. കാരണം നമുക്ക് സമയമില്ലല്ലോ. അതിപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല, എല്ലാവരും ഇങ്ങനെയായിരിക്കും. അപ്പോൾ അടുത്ത ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോനെസ് റിച്വൽ നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളതാണ്. ദിവസത്തിൽ ഒരു കാര്യമെങ്കിലും നമ്മളൊന്ന് പതുക്കെ ചെയ്യുക. പതുക്കെ ചെയ്യാൻ നമുക്ക് സമയമില്ല, എനിക്കറിയാം. പക്ഷെ നമ്മുടെ മെൻ്റൽ പീസിനെ ഇത് വലിയൊരു എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. അതായത് നമ്മളിപ്പോൾ പതുക്കെ നമ്മുടെ തുണികൾ മടക്കുകയാണെങ്കിൽ ഒന്ന് പതുക്കെ തുണികൾ മടക്കുക, അല്ലെങ്കിൽ പതുക്കെ ഒന്ന് നമ്മുടെ ഒരു കോഫി ഉണ്ടാക്കുക. വളരെ പതുക്കെ ചെയ്യുക. നമുക്ക് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത, ഇത് വേഗം ചെയ്തിട്ട് വേണം അടുത്ത കാര്യം നമുക്ക് ചെയ്യാനായിട്ട്. ഞാനൊക്കെ അങ്ങനെയാട്ടോ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് വേഗം ഫിനിഷ് ചെയ്തിട്ട് വേണം അടുത്തത് ചെയ്യാൻ. അതുപോലെ എപ്പോഴും എന്തെങ്കിലും കേട്ടോണ്ട് തന്നെ നടന്ന് പല കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഒരു കാര്യത്തിൽ അതിൽ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ കാര്യം നമ്മൾ ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഒരു സ്ലോനെസ് റിച്വൽ നമ്മളൊന്ന് ഫോളോ ചെയ്യുക. സ്ലോ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരു കാര്യമെങ്കിലും ഒന്ന് പതുക്കെ മൈൻഡ്ഫുള്ളായിട്ട് ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു. ഇപ്പോൾ നമുക്കറിയാം ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഗോൾ സെറ്റിങ്ങിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ലൈറ്ററായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പേഴ്സണൽ വീക്കിലി KPIs നോക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത ഒരു നമ്മുടെ ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് വീക്കിലി നമ്മൾ ചില കാര്യങ്ങൾ ട്രാക്ക് ചെയ്ത് പോകാമെന്നുള്ളതാണ് ഈ KPIs കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഒന്നും ഓർഡർ ചെയ്യാതെ നമ്മൾ ഈ ആഴ്ചയിൽ എത്ര ദിവസം ഇരുന്നു എന്നുള്ളത് നോക്കുക. ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവേഴ്സ് നന്നായിട്ട് ഉറങ്ങിയ അവേഴ്സ് എത്രയുണ്ടെന്ന് നോക്കാം. ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ. എത്ര മണി നമ്മൾ സേവ് ചെയ്തു എന്ന് നോക്കുക. ഇങ്ങനെ വീക്കിലി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഗുണം എന്താണെന്നറിയോ? വലിയ വലിയ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യുന്നതിനുള്ള ആ ഒരു ബുദ്ധിമുട്ടില്ല. ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ വീക്കിലി പേഴ്സണൽ KPIs നമ്മൾ നോക്കുന്നത് നമ്മളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീക്കിലി ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ. ഇങ്ങനെ ചെറിയ ചെറിയ ട്രാക്കിങ്സ് നിങ്ങൾ ചെയ്തു നോക്കൂ. അടുത്തൊരു ഹാബിറ്റ് ദ 1 question ഹാബിറ്റ്. അതായത് കാലത്ത് എന്നും എഴുന്നേറ്റ് കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. ഇന്ന് ഏതൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ കാര്യം നമ്മൾ അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് വെക്കുക. അങ്ങനെ ഫിനിഷ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അന്ന് ഫുള്ള് നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പിന്നത്തേക്ക് മാറ്റി മാറ്റി വെക്കുന്തോറും നമുക്ക് സ്ട്രെസ്സ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ലൈഫ് കൂടുതൽ ഇമ്പ്രൂവ് ആകുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴല്ല, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു 1 question ഹാബിറ്റ് ഡെയിലി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. 2026 കൂടുതൽ ഹാപ്പിയർ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്തൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 90 second മണി ചെക്കാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ബഡ്ജറ്റിംഗ് ആപ്സോ അല്ലാന്നുണ്ടെങ്കിൽ സ്പ്രെഡ്ഷീറ്റ്സോ അല്ലെങ്കിൽ ഓരോ പൈസയും നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഒരു 90 സെക്കൻഡ് നിങ്ങളുടെ ഡേയിൽ ഒരു 90 സെക്കൻഡ് നമ്മുടെ ബാങ്കിങ് ആപ്പ് ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ ഉണ്ടാവുമല്ലോ, അതൊന്നും എടുത്ത് നോക്കുക. ഒരു 90 സെക്കൻഡ് സമയത്തേക്ക് നോക്കിയാൽ മാത്രം മതി. ഇങ്ങനെ നോക്കുന്ന സമയത്ത് അനലൈസ് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യരുത്. ജസ്റ്റ് നോക്കുക. നമുക്ക് വലിയ ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ചെറിയ ചെറിയ നമ്പേഴ്സ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മണി എവിടെ പോകുന്നു, നമ്മുടെ പൈസ എവിടെ നമ്മൾ ചിലവാക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഡെയിലി നമുക്കൊരു അവബോധം ഉണ്ടായി വരും. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ പൈസ ചിലവാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ചെറുതായിട്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് തിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ആവശ്യമുള്ള ഒരു ചിലവാണോ ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഈ ഒരു ചെറിയ ഹാബിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കാതെ തന്നെ നമുക്കൊരു അവെയർനെസ് ഉണ്ടാക്കുകയും ചെയ്യും. സമയം പോകെ മുന്നോട്ട് പോകും തോറും നമ്മുടെ ഡിസിഷൻസ് നാച്ചുറലി ഇംപ്രൂവ് ആവാനുള്ള ഒരു ചാൻസും ഇവിടെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ 2026 വലിയ ഡ്രാമറ്റിക് ആയിട്ടുള്ള റെസൊല്യൂഷൻസിന് ഒന്നും ആവശ്യമില്ല കേട്ടോ. മെൻ്റലി ഫിസിക്കലി ഇമോഷണലി എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലെ ചെറിയ ചില സിസ്റ്റംസിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഹാബിറ്റ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
2 3 ഹാബിറ്റ്സ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്ന് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിച്ച് നോക്കൂ. 2026 കഴിയുമ്പോൾ ഒരു ചെറിയൊരു ചേഞ്ചെങ്കിലും നമ്മുടെ ജീവിതത്തിന് ഈ ചെറിയ ഹാബിറ്റ്സ് കൊണ്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതിലേത് ഹാബിറ്റാണ് നിങ്ങൾ 2026 നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.